വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ. കാരണം നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് സെക്ഷനിലൂടെ ആ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് വീഡിയോ മുഴുവനും ശ്രദ്ധയോടുകൂടി കാണുക. ആഗ്രഹിക്കുന്നവർ അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോകുക. വെറുതെ വന്ന് അടിയിൽ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, DLED ആണ്, കേട്ടിട്ടാണ്, സീറ്റിട്ടാണ് എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറയും. വെറുതെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ അല്ല. നിങ്ങൾ പോണ്ടിച്ചേരി വിളിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെ അല്ല. ഒരു പോസ്റ്റും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ അങ്ങനെ പറയാന്നുള്ളതല്ലാതെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ ഏജുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനി ഒരു സ്റ്റേറ്റിൽ വിളിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഒഴികെ ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് വിളിക്കുമ്പോൾ അത് എല്ലാ സ്റ്റേറ്റുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എല്ലാ സ്റ്റേറ്റുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തണം. അത് ആരും ഞാൻ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പോണ്ടിച്ചേരിയിൽ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അരുണാചലിൽ വിളിച്ചിട്ടുണ്ട്, UP വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് ഈ വീഡിയോ എങ്കിലും നിങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തതയോടുകൂടി കേട്ടതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക, അപ്ലൈ ചെയ്യുക. അല്ലാത്തവര് അപ്ലൈ ചെയ്യണ്ട. ഓക്കെ. അല്ലാതെ വെറുതെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ട് വന്ന് അടിയൊന്ന് ചോദിക്കരുത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. മറുപടി നൽകുന്നതല്ല, തീർച്ചയായിട്ടും മറുപടി നൽകുന്നതല്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഓൺലൈൻ പോർട്ടൽ ഫോർ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ്സ്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് പ്രൈമറി സ്കൂൾ ടീച്ചർ 2025 എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി. ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരിയാണ് വിളിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, അല്ലെ? ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ആ കേന്ദ്ര ഭരണ പ്രദേശത്തിൽ നമുക്കറിയാം ആരെല്ലാമാണ് ആ കേന്ദ്ര ഭരണ പ്രദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ആരൊക്കെയാണ്? പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ തമിഴ്നാട്, അതായത് മാഹി, അതുപോലെ തന്നെ യാനം, അതായത് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള 3-4 ജില്ലകൾ ചേർന്നിട്ടാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതായത് തമിഴ്നാടിൽ നിന്നുള്ള പോണ്ടിച്ചേരി, അതുപോലെ തന്നെ കാരയ്ക്കൽ, അല്ലെ? അതായത് പോണ്ടിച്ചേരിയും കാരയ്ക്കലും മീൻസ് തമിഴ്നാടിന്റെ റീജിയൻ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ മാഹി, കണ്ണൂര് ജില്ലയിലെ മാഹി ഉണ്ട്. മാഹി എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളുക, മാഹി. ഓക്കെ, ഞാൻ പറയും എന്തുകൊണ്ടാണ് മാഹിയെ സ്ട്രൈക്ക് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ടോളാൻ പറയുന്നത്. മാഹിക്കാര്, കണ്ണൂരുകാര്, മാഹിയിൽ റിസൈഡ് ചെയ്യുന്നവർ. ഓക്കെ, മാഹിയിൽ റിസൈഡ് ചെയ്യുന്ന DLED ഉള്ള, മാഹിയിൽ റിസൈഡ് ചെയ്യുന്ന DLED ഉള്ള, അല്ലെങ്കിൽ DLED പ്ലസ് സീറ്റഡ് ഉള്ള, അല്ലെങ്കിൽ DLED പ്ലസ് ടെറ്റ് ഉള്ള, ടെറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പെർസെന്റേജ് വാങ്ങിച്ചിട്ടുള്ള ടെറ്റുകാർക്കും സീറ്ററ്റുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാം. പക്ഷെ മാർക്കിന്റെ പെർസെന്റേജസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം നോട്ടിഫിക്കേഷനിൽ. അപ്പം മാഹിയിൽ റിസൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ലെവൽ വരെ തമിഴ് ഓർ മലയാളം പഠിച്ചിട്ടുള്ളവർ. ഓക്കെ, ആദ്യമേ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇത് അപ്ലൈ ചെയ്യാൻ ഈ വീഡിയോ കാണുന്നവര് ശ്രദ്ധിച്ചുകൊള്ളുക. മാഹി റിസൈഡ് ചെയ്യുന്ന, DLED ഓർ TTC പഠിച്ച് ടെറ്റ് അല്ലെങ്കിൽ കേറ്ററ്റ് 1 അല്ലെങ്കിൽ സീറ്ററ്റ് 1 പാസ്സായിട്ടുള്ള, മലയാളം പഠിച്ചിട്ടുള്ളവർക്കാണ് അല്ലെങ്കിൽ തമിഴ് പഠിച്ചിട്ടുള്ളവർക്കാണ് ഇതിൽ യോഗ്യതയായിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണിത്. ഓക്കെ, ബാക്കിയുള്ളവർ ഇത് കാണണമെന്ന് തന്നെ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കേരളത്തിലുള്ള എല്ലാവർക്കും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആ കാര്യങ്ങൾ പറഞ്ഞുതരാം, വ്യക്തതയോടുകൂടി പറഞ്ഞുതരാം. ഒരുപാട് പേര് സംശയം ചോദിച്ചതിന്റെ പേരിലാണ് അത് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സൈറ്റിൽ കയറുക, recruitment.py.gov.in എന്ന് പറയുന്നതാണ് സൈറ്റ്. ആ സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു പോർട്ടൽ കിട്ടും, ഓൺലൈൻ പോർട്ടൽ ഫോർ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് എന്ന് കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി. ഓക്കെ, direct recruitment to the post of primary school teacher 2025 director of school education government of പോണ്ടിച്ചേരി. ഇനി ലാഗാണ്, നീളം കൂടിപ്പോയി എന്ന് പറയുന്നവർ നിങ്ങൾ വീഡിയോ കാണണ്ട, വിട്ടേക്കൂ, സ്കിപ്പ് ചെയ്യൂ. ഇത് ഇത്രയും ടൈം എടുത്ത് 1-2 മണിക്കൂർ ഇടുന്ന വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ കൊടുത്ത് ഇടുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോലി
ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളവര് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ അത് ശ്രദ്ധയോടെ വീക്ഷിച്ച് അത് അപ്ലൈ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യണ്ട, കാണണ്ട. നിങ്ങൾ ഇത് ഫസ്റ്റിൽ തന്നെ കയറിയിട്ട് ഈ സൈറ്റ് കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുത്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വായിച്ച് വ്യക്തത വരുത്തിയ ശേഷം അപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, കാര്യത്തിലേക്ക് വരാം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിൽ ഹോം ഉണ്ട്, എബൌട്ട് ഉണ്ട്, ന്യൂ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇത്രയുണ്ട്. ഓക്കെ, ഹോം, എബൌട്ട്. അപ്പൊ ഈ ന്യൂ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഹോമിൽ കയറുക, ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രൈമറി സ്കൂൾ ടീച്ചർ 2025 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യേണ്ട. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്യാനും, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, പിന്നെ ലോഗിൻ ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് വേണ്ട വീഡിയോ സഹിതം അവരുടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഹോമിൽ കയറി കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ കിടപ്പുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്, നോട്ടിഫിക്കേഷൻ ന്യൂസ് ആൻഡ് ഇവന്റ്സ്. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന്റെ ഏകദേശം 196 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കി കൃത്യമായും വ്യക്തതയോട് കൂടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഞാൻ ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഡയറക്ടറേറ്റ് ഓഫ് പോണ്ടിച്ചേരി, ഗവൺമെന്റ് ഓഫ് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതില് ആപ്ലിക്കേഷൻ അയച്ച് തുടങ്ങേണ്ട ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് 15/9 ആയിരുന്നു. ഓക്കെ, അടുത്ത മാസം 14 തീയതി വരെ ആപ്ലിക്കേഷൻ അയക്കാം. ഓക്കെ, ഒക്ടോബർ 14 വരെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാം. ലാസ്റ്റ് ഡേറ്റ് ടൈം ഫോർ സബ്മിഷൻ ഓഫ് ദ ഹാർഡ് കോപ്പി ഓഫ് ദ ഓൺലൈൻ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ചെക്ക് ലിസ്റ്റ്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഓഫ് ദ റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഡ്യൂലി സെൽഫ് അറ്റസ്റ്റഡ് ഡയറക്ടറേറ്റ്. അതായത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് എടുത്ത് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും അത് അനക്സറിൽ പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് 27/10 PM മുമ്പ് അത് നിങ്ങൾ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കുകയും വേണം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പെർഫോമ എന്ന് പറയുന്നത്. ഇനി നോട്ടിഫിക്കേഷനിലേക്ക് കടക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും പ്രൈമറി സ്കൂൾ ടീച്ചർ വ്യക്തമായി കേട്ടോളൂ. പോണ്ടിച്ചേരി ആൻഡ് കാരക്കൽ, ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ്. പോണ്ടിച്ചേരി ആൻഡ് കാരക്കൽ ആണെങ്കിൽ ഇത് രണ്ടും തമിഴ്നാടിൻ്റെതാണ്. 3 ജില്ലകൾ ആണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. പോണ്ടിച്ചേരി ആൻഡ് കാരക്കല്, യാനം ആന്ധ്രാപ്രദേശിലെ യാനം, കേരളത്തിലെ മാഹി, കണ്ണൂർ ജില്ലയിലെ മാഹി, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. അപ്പൊ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഏതിലാണ്? പോണ്ടിച്ചേരി കാരക്കലും വിളിച്ചിട്ടുണ്ട്, ഇവിടെ കേരളത്തിലെ മാഹിയും വിളിച്ചിട്ടുണ്ട്. മാഹിയിലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ പോണ്ടിച്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്, 178+3. മാഹിയില് 5+4 9 പോസ്റ്റ്. അത് അൺറിസർവ്ഡ് എത്രയാണ്? 3 എണ്ണം. MBC 1+1, SC 1+3 എന്നിങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, PWD കാൻഡിഡേറ്റ് ദിവ്യാംഗർക്ക് ഒരു പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി കാരണം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ പോണ്ടിച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്താലേ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ. ഓക്കെ, ഇനി താഴേക്ക് കിടക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു +2 പാസ്സായിരിക്കണം. നിങ്ങൾക്ക് ആ ടീച്ചർ എഡ്യൂക്കേഷനിലെ ഡിപ്ലോമ, അതായത് TTC or DLED വേണം. അതുപോലെ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദ പർട്ടിക്കുലർ റീജിയണൽ ലാംഗ്വേജ് തമിഴ്, മലയാളം ആസ് വൺ ഓഫ് ദ സബ്ജക്ട് up to secondary level or as one of the subject in the DED. നിങ്ങൾ സെക്കൻഡറി ലെവലിലോ DLED-ലോ തമിഴോ മലയാളമോ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ മലയാളം റീജിയണൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ DTED അത് അവിടുത്തെ കോഴ്സാണ്. നമ്മുടെ DLED-നെങ്കിൽ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി should have obtained the minimum qualifying marks paper 1 of തമിഴ്നാട്
ടെറ്റ്, കേരള ടെറ്റ് കെ ടെറ്റ്, ആന്ധ്രാപ്രദേശ് ടെറ്റ് AP ടെറ്റ്, സി ടെറ്റ് സെൻട്രൽ ഗവൺമെന്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് സി ടെറ്റ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ ടെറ്റ് വേണം, അല്ലെങ്കിൽ കേരളത്തിന്റെ ടെറ്റ് വേണം, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ടെറ്റ് വേണം. അതിന് ഓരോ പെർസെന്റേജ് മാർക്കുണ്ട്. കാരണം നമുക്കറിയാം ജനറൽ കാറ്റഗറിക്ക് 60% മാർക്ക്, 90 മാർക്ക് വാങ്ങി പാസ്സായിരിക്കണം. OBCക്ക് നമുക്കറിയാം 82 മാർക്കാണ്. SC/STക്ക് 75 മാർക്കാണ് അതിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അതായത് ടെറ്റിന്റെ ആ പെർസെന്റേജ് എഴുതിക്കുക കേട്ടോ. അത് കിട്ടിയോണ്ടാണല്ലോ നമ്മൾ ടെറ്റ് പാസ്സായത്. ഓക്കെ. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ ജനറൽ കാറ്റഗറിക്ക്, 18 മുതൽ 32 വയസ്സ് വരെ ഉള്ളത് ജനറൽ ആൻഡ് EWSന് 18 മുതൽ 32 വരെ അപ്ലൈ ചെയ്യാം. ഇനി റിലാക്സേഷൻ എന്ന് പറയുന്നത് OBC, MBC, EBC, BCM, BT അവർക്ക് 3 വർഷവും, SC/STക്ക് 5 വർഷവും ഉണ്ട്. അപ്പം SC ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 38 വയസ്സ് വരെയും, OBC ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ദിവ്യാംഗരാണെങ്കിൽ +10 ആണ്, 42 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ബാക്കിയുള്ള മിലിറ്ററി, വിഡോസ് അവർക്കൊക്കെ റിസർവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. ഇത് നോക്കിയോ, നേറ്റിവിറ്റി ഓർ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ദോസ് ഹു ആർ നേറ്റീവ് ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് പോണ്ടിച്ചേരി ഓർ റെസിഡൻസ് ബൈ കണ്ടിന്യൂസ് റെസിഡൻസ് ഇൻ ദ യൂണിയൻ ടെറിട്ടറി ഫോർ ദ ലീസ് എന്താണ് ലാസ്റ്റ് 5 years immediately preceding the date of notification only eligible apply for the post. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതിൽ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഈ യൂണിയൻ ടെറിട്ടറി, അതായത് പോണ്ടിച്ചേരിയിലോ, കാരയ്ക്കലിലോ, യാനത്തിലോ, മാഹിയിലോ, കണ്ണൂർ മാഹിയിലോ ലാസ്റ്റ് 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നവർക്ക്, അവിടെ റിസൈഡ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദ ആപ്ലിക്കൻസ് ഓൺ പ്രൊഫഷണൽ സെലക്ഷൻ ഷുഡ് ഫിനിഷ് ദ ഫ്രഷ് നേറ്റിവിറ്റി റെസിഡൻസ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ ഓഫീസർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോട്ട് ബിലോ ദ റാങ്ക് ഡെപ്യൂട്ടി തഹസിൽദാർ. അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഓക്കെ. നിങ്ങൾ സ്ഥിര താമസക്കാരാണ്, ഈ പറഞ്ഞ പോണ്ടിച്ചേരിയിലോ, കാരയ്ക്കലിലോ, യാനത്തിലോ, മാഹിയിലോ നിങ്ങൾ പെർമനന്റ് റെസിഡൻസ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവർക്ക്, അതുപോലെ EWS കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇനി ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറഞ്ഞു 14/10/2025. എക്സ് സർവീസ്മാന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ വിഡോസിന്റെ കാര്യം, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പറയുന്നുണ്ട്. ഇനി മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് there shall be 100 mark for selection by giving weightage to the marks secured in the academic qualification and to the employment exchange registration seniority as detailed below. നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് നിങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷനും നിങ്ങളുടെ DLEDന്റെ മാർക്കും. രണ്ടാമത് നിങ്ങളുടെ ടെറ്റിന്റെ മാർക്ക്. അതായത് 70% എന്ന് പറയുന്നത് നിങ്ങളുടെ +2 പ്ലസ് DLED ഓർ DLR ഓർ TTC. 20% എന്ന് പറയുന്നത് നിങ്ങളുടെ ടെറ്റ്. അത് TN ടെറ്റ് ആവാം, K ടെറ്റ് ആവാം, AP ടെറ്റ് ആവാം, C ടെറ്റ് ആവാം. ഇനി 10% എന്ന് പറഞ്ഞാൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ടിട്ടാണ് 10%. ഓക്കെ. അങ്ങനെയാണ് 100%. ഇനി മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വളരെ പ്രശ്നമൊന്നുള്ള കാര്യം ഇതാണ്. ഇങ്ങനെയാണ് ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് വിൽ ബി ഡ്രോൺ ഫ്രം ദ ഓവറോൾ മെറിറ്റ് ലിസ്റ്റ് ബൈ ഫോളോയിങ് എക്സ്റ്റൻഡ് റിസർവേഷൻ പോളിസീസ്. അതായത് മോളിൽ പറഞ്ഞ കാര്യങ്ങളും റിസർവേഷൻ കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവരൊരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇനി ഇത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഹാർഡ് കോപ്പി ഇവിടെ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾ ഹാർഡ് കോപ്പിയും സർട്ടിഫിക്കറ്റും എല്ലാം വെച്ച് ഒക്ടോബർ 27 മുമ്പ് അത് അയച്ചു കൊടുക്കുകയും വേണം, തിരിച്ച് അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ. ഈ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഏതൊക്കെ വെക്കണമെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC, HSC, ഡിപ്ലോമ, ടെറ്റ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ അറ്റാച്ച് ചെയ്താണ് അയക്കേണ്ടത്. ഹാർഡ് കോപ്പി അയക്കേണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് കോപ്പിയാണ് അയക്കേണ്ടത്. ഓക്കെ.
ഓക്കെ 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 EW സർട്ടിഫിക്കറ്റ് ഉണ്ട് അത്. ഓക്കെ, അപ്പൊ എക്സാമിന്റെ കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, വളരെ സിമ്പിൾ ആണ് നേടുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ബാക്കിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഓൺലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ നമ്മുടെ അനക്ഷൻ നമ്പർ 15 മുതൽ താഴോട്ട് 1 by 1 ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവുന്നത് തന്നെയാണ്. അതുപോലെ അത് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. ഫോട്ടോഗ്രാഫ് എത്ര സൈസ്, സിഗ്നേച്ചർ അപ്ലോഡിങ്ങിന്റെ സൈസ് ഒക്കെ ഇവിടെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കി, അതൊക്കെ വായിച്ചു നോക്കി അതിനനുസരിച്ചാണ് അതെല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഫോട്ടോയും ഒപ്പം ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാര്യം ഏകദേശം 15-23 വരെ 15 തൊട്ട് 15-23 പോയിന്റുകൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. 1 by 1 ആയിട്ട് വായിച്ചു നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം അത് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്കുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിനുള്ള ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി ഡിസബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏജ് ഓഫ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു വേരിയസ് കാറ്റഗറീസ്, അതായത് മറ്റേ മീൻസ് നമ്മുടെ OBC അല്ലെങ്കിൽ SC ST EWS റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. അതൊക്കെ ഓരോന്നായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഇതിനെപ്പറ്റി നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ ഈ 15ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ 15 തൊട്ട് 15-30 വരെയുള്ള പോയിന്റുകൾ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാതെ ടെറ്റ് വേണോ, സെറ്റ് വേണോ, നെറ്റ് വേണോ, എനിക്ക് അപ്ലൈ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് വീഡിയോ കാണാത്തവർക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരും. ഗോ ടു സീ ആൻഡ് വാച്ച് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ EMRS ടീച്ചറിന്റെ വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 7000-ന് പുറത്ത് പോസ്റ്റ്, അത് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, 7000-ന് പുറത്ത് 7000+ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. TGT ആൻഡ് PGT ആണ് വിളിച്ചിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടുണ്ട്. TGTക്ക് വേണ്ടത് B.Ed+, CTET 2 ആണ്. PGTക്ക് വേണ്ടത് only PG+ B.Ed മാത്രം മതി. ഗേൾസിനാണെങ്കിൽ പ്രായപരിധി 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്ക് TGTക്ക് 35 വയസ്സും PGTക്ക് 40 വയസ്സുമാണ്. ഓക്കെ, അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുവാൻ ഇരിക്കുന്നവര്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് EMRSനും കയറി അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിൾ സിലബസും കാര്യങ്ങളൊക്കെയാണ്. പഠിക്കുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നോക്കുക, കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് EMRSുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം അഡ്മിഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ 7736 75 0473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് വഴിയോ വിളിച്ചോ ചോദിച്ച് അഡ്മിഷന്റെ പ്രോസസ്സ്, ഫീസ് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. 1 റിഡക്ഷൻസ് ഓഫറുകൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ EMRS പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരു ബമ്പർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. വളരെ സിമ്പിൾ സിലബസ് ആണ്. നിങ്ങളുടെ HSA പോലെയോ HSST പോലെയോ അല്ല, വെരി സിമ്പിൾ സിലബസ് ആണ് പാസ്സാകാനായിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ ഒരു TGTയോ PGTയോ ഏകദേശം 2 ലക്ഷം രൂപ സാലറിയുള്ള ഒരു TGTയോ PGTയോ ആയിട്ട് മാറുവാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.